കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ താൻ കാട്ടിയ അഴിമതികളുടെ പിന്നിൽ CPIMന്റെ വ്യക്തമായ അജണ്ടകൾ ഉണ്ട് എന്ന് തുറന്നടിക്കാൻ ദിവ്യ തയ്യാറാവുകയാണ്. അതായത് CPIM തന്നെ തകർത്തു, തൻ്റെ ആത്മവീര്യം കെടുത്തി, എല്ലാ കാലത്തും തൻ്റെയോടൊപ്പം തൻ്റെ എല്ലാ പ്രവർത്തികളെയും അനുകൂലിക്കുന്ന സമീപനമായിരിക്കും CPIM എടുക്കുക എന്ന് ഒരു വേള നനച്ചുപോയി. അതിന് കിട്ടിയ വലിയ രീതിയിലുള്ള ശിക്ഷയാണ്. താൻ മതിമറന്ന് ആഹ്ലാദിച്ചു. അതിന് ഇപ്പോൾ വലിയ രീതിയിൽ വില കൊടുക്കേണ്ടി വരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തിരിച്ചടിയായാണ് ദിവ്യയ്ക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം അത്രയേറെ ഷൈൻ ചെയ്ത് ജനങ്ങൾക്കിടയിൽ നടക്കുകയായിരുന്നു. ഏത് ഫംഗ്ഷന് പോയാലും ഏറ്റവും ആഡംബര വസ്ത്രമുടുത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരിക്കുന്നു എന്ന് ആഡംബരത്തോടുകൂടി ഔദ്യോഗിക കാറിൽ, ഏറ്റവും മുന്തിയ ഇനം കാറ് അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് സുഖലോലുപയായി നടന്ന ദിവ്യയാണ് ഒരു ദിവസം കൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാൽ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയനെ സംരക്ഷിക്കുന്നത് പോലെ പാർട്ടിക്കാരിയായ SFIയിലൂടെ കടന്നു വന്ന ശശിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവളായ തനിക്ക് മുന്തിയ സഹായം ലഭിച്ചില്ല എന്ന വലിയ പരാതിയും പരിഭവവും EP ദിവ്യ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. ആർളം ഫാമിലെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പെട്രോൾ പമ്പ് നടത്തിപ്പിലെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം CPIM അറിഞ്ഞുകൊണ്ട് ചെയ്തു തന്നെയെന്ന് വെളിപ്പെടുത്താനാണ് ദിവ്യ കൃത്യമായി ശ്രമിക്കുന്നത്. നമുക്കറിയാം, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഗീത IAS വലിയ തോതിൽ കള്ളക്കളികളെല്ലാം പൂട്ടുന്ന രീതിയിൽ, അതെല്ലാം പൊക്കിയെടുക്കുന്ന തെളിവുകൾ പൊക്കിയെടുക്കുന്ന രീതിയിലുള്ള നിർണായക ഫയലുകൾ ഓരോന്നായി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ ഫയലുകളെയെല്ലാം വീണ്ടും വീണ്ടും പൂഴ്ത്തിവെക്കാനാണ് പിണറായിയുടെ വലങ്കൈയായ ശശിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് പുറത്തു വന്നാൽ കുടുങ്ങുന്നത് PP ദിവ്യ മാത്രമായിരിക്കില്ല, നിരവധിയായ ഉന്നതർ, അതായത് വൻ സ്രാവുകൾ പിടിക്കപ്പെടും. അബിൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയത് തന്നെ എന്ന് മഞ്ജുഷ വീണ്ടും വീണ്ടും പറയുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം യഥാർത്ഥ ദിശയിൽ നടക്കുന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് SIT, എല്ലാ തരത്തിലും കേസിനെ വളച്ചൊടിച്ച് അതിനെ അട്ടിമറിക്കാൻ തുടക്കം മുതൽ തന്നെ ശ്രമിച്ചിരുന്നു എന്ന് മഞ്ജുഷ വ്യക്തമായി പറഞ്ഞതാണ്. തനിക്കും തൻ്റെ കുടുംബത്തിനും നീതി ലഭ്യമാകുന്നില്ല. അതേസമയം PP ദിവ്യയും ഭർത്താവും മക്കളുമൊക്കെയായി സുഖലോലിപയായി കഴിയുന്നു. അവർ അവരുടെ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ഒന്നും സംഭവിക്കാത്ത പോലെ ഒരു ഉളുപ്പുമില്ലാതെ ആക്റ്റീവായിരിക്കുന്നു. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? അഴിമതിയും സ്വജനപക്ഷപാതവും കാണിക്കുന്നവർക്ക് എന്നും സുഖലോലിപമായ ജീവിതവും, അല്ലാത്തവർക്ക്, സത്യസന്ധമായ ജീവിതം നയിക്കുന്നവർക്ക് കഷ്ടപ്പാടും ദുരിതവും എന്നുള്ളത് വ്യക്തമല്ലേ എന്നാണ് മഞ്ജുഷ ചോദിക്കുന്നത്.